ഈ ആശുപത്രി മുത്തശ്ശിക്ക് 90 വയസ്സായി. ഞാൻ എല്ലാ നവതി ആശംസകളും നേരുകയാണ്. ഈ 90ാം പിറന്നാളിന് സാന്നിധ്യമാകാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴാണ് കണ്ണാശുപത്രിയുടെ 60ാം വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നത്. അന്ന് സ്വാഗത പ്രസംഗത്തിൽ അച്ഛൻ പറഞ്ഞത്, ഇനി ആശുപത്രിയുടെ ആഘോഷങ്ങൾക്ക് മുഖ്യമന്ത്രിയായി വരണമെന്നാണ്. എനിക്ക് അച്ഛനോട് പറയാനുള്ളത്, എപ്പോഴും ഇങ്ങനെ പ്രവചന വരം കിട്ടിയതുപോലെ സംസാരിക്കണമെന്നാണ്. അങ്കമാലിയെ കാഴ്ചയുടെ നഗരമാക്കി മാറ്റിയതാണ് LF. നമ്മളെല്ലാം ജനിച്ച നാൾ മുതൽ കേൾക്കുന്ന വാക്കാണ് ലിറ്റിൽ ഫ്ലവർ ആശുപത്രി. ഇവിടെ അഭിനന്ദനായ കട്ടിൽ പിതാവ് ചുരുങ്ങിയ വാക്കുകളിലൂടെ മനോഹരമായി ഈ ആശുപത്രിയുടെ പ്രസക്തിയെക്കുറിച്ച് ഭംഗിയായി സൂചിപ്പിച്ചു. അതൊരു മഹനീയമായ സാന്നിധ്യമാണ്, ദൈവികമായൊരു സാന്നിധ്യമാണ്. വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് വെളിച്ചത്തെക്കുറിച്ചാണ്. ആ വെളിച്ചത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അതൊരു ഡിവൈനായിട്ടുള്ള, ദൈവികമായിട്ടുള്ളൊരു നിയോഗമാണ്. വെളിച്ചം വരുന്നതിനെ കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ തൊട്ട് പറയുന്നത്. എല്ലാ ഇരുളും മൂടി കിടക്കുന്ന സ്ഥലത്തേക്ക് വെളിച്ചം വരുന്നതിനെ കുറിച്ചാണ്. ആ വെളിച്ചത്തിലേക്കാണ് ഈ കണ്ണാശുപത്രി 10,000-കണക്കിന് ആളുകളെ നയിച്ചത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. നമ്മുടെ ഈ നാടിൻ്റെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള ആ വലിയ ഒരു സാന്നിധ്യമായി നിന്നു. ഞാൻ ഈ ആശുപത്രിയുടെ 90 വർഷക്കാലത്ത് ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അനുസ്മരിക്കുന്നു. അവർക്ക് ഓരോരുത്തർക്കും അതിൽ ചെറുതും വലുതുമായ പങ്ക് ഈ സ്ഥിതിയിലേക്ക് ഈ ആശുപത്രിയെ എത്തിച്ചതിനുണ്ട്. ഇന്നിപ്പോൾ അക്കാഡമിക് രംഗത്തും ആശുപത്രി ശ്രദ്ധേയമായ സംഭാവനകൾ ചെയ്യുന്നു. ആയിരക്കണക്കിന് ആളുകൾക്ക്, വിദ്യാർത്ഥികൾക്ക് തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവസരം ഈ ആശുപത്രി ഇന്ന് സൃഷ്ടിച്ചെടുക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ നിന്ന് പഠിച്ചു പോയി ഈ രാജ്യത്തിനകത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും തൊഴിലെടുക്കുന്നത്. അതും വലിയ കോൺട്രിബ്യൂഷനാണ്, വലിയ ഒരു സംഭാവനയാണ്. മാത്രമല്ല, അതിനിടയിൽ പാമ്പ് കടിക്കുള്ള ചികിത്സയുടെ കാര്യത്തിലും ഈ ആശുപത്രി മുന്നോട്ട് പോയി. ഞങ്ങളെല്ലാം MLA-മാരായിരിക്കുമ്പോൾ പെട്ടെന്ന് പറയും പാമ്പ് കടിച്ചു. ഞാൻ പെട്ടെന്ന് ചോദിക്കും എങ്ങോട്ടാ കൊണ്ടുപോയത്? അവർ LF-ലേക്കാണ്. അപ്പോൾ ഒരു ആശ്വാസമാവും. കാരണം എന്തെങ്കിലും ഒരു ചെറിയ നിവൃത്തി ഉണ്ടെങ്കിൽ ആള് രക്ഷപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് LF-ലേക്ക് വന്നത്. അത്രമാത്രം ഒരു റിലീഫായിരുന്നു. ഞങ്ങളെല്ലാം പറവൂരിൽ നിന്നും അവിടെ നിന്നും ആളുകളെ കൊണ്ടുവരുമ്പോൾ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കാതെ എങ്ങോട്ടാ കൊണ്ടുപോയെന്ന്. ഇങ്ങോട്ടായിരിക്കും അവർക്കെല്ലാം കൊണ്ടുവരുന്നത്. അതൊരു ആശ്വാസമാണ്. ആ രീതിയിൽ ആ ചികിത്സാ രംഗത്ത് എത്രയോ പേരാണ് പണ്ട് ആ സൗകര്യം ഇല്ലാതിരുന്നത് കൊണ്ട് മരിച്ചു പോയതും വിരൂപരാക്കപ്പെട്ടതുമായ ആളുകൾ ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഇത് ആ രംഗത്തും വലിയ ശ്രദ്ധേയമായ സംഭാവനകൾ ചെയ്തൊരു ആശുപത്രി എന്നുള്ള നിലയിൽ ജനങ്ങളുടെ ആശുപത്രിയായി മാറാൻ ഇതിന് കഴിയും. ഈ സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് കേരളത്തെ ആരോഗ്യ രംഗത്തെ ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി മാറ്റുക എന്നതാണ്. ഒന്ന് വിദ്യാഭ്യാസ രംഗമാണ്. വിദ്യാഭ്യാസ മന്ത്രിയെ തന്നെ, അതിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ തന്നെ അതിന് അങ്കമാലിക്ക് തന്നിട്ടുണ്ട്. അത് കൂടാതെ ആരോഗ്യ രംഗത്തെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. നമുക്കതിന് കഴിയും. നമ്മുടെ ക്ലൈമറ്റ്, നമ്മുടെ സാമ്പത്തിക രംഗത്തെ സ്ഥിതിഗതികളെല്ലാം കൊണ്ട് നല്ല ആശുപത്രികൾ കേരളത്തിൽ ഉണ്ടാകണം. നല്ല റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് കേരളത്തിൽ ഉണ്ടാകണം. ഒരുപാട് പേർ GCC-യിൽ നിന്ന്, ഗൾഫ് കൺട്രീസിൽ നിന്ന്, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് നല്ല ചികിത്സ തേടി കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന മികച്ച ആശുപത്രികൾ കേരളത്തിൽ ഉണ്ടാകണം. അതിന്റെ മുൻനിരയിൽ LF ഉണ്ടാകണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഇന്ത്യയിൽ ആദ്യമായി സീനിയർ സിറ്റിസൺസിന് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. അത് അവരെ കൂടി ഒരു സിൽവർ ഇക്കോണമിയുടെ ഭാഗമാക്കി അവരെ ക്രിയേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. അതോടൊപ്പം ഏറ്റവും പ്രായമായവർക്കുള്ള പ്രത്യേകമായ കെയർ, ജെറിയാട്രിക് കെയർ, അതിനുള്ള ശ്രദ്ധയുണ്ടാകും. അതിന് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ കെയർ ഗിവേഴ്സ് കോഴ്സുകൾ തുടങ്ങിയ, ഏറ്റവും ആ സിലബസിൽ തുടങ്ങിയാണ് കെയർ ഗിവേഴ്സ് കോഴ്സുകൾ. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ നഴ്സിംഗ് കോളേജുകളിലും ഇതുപോലുള്ള മികച്ച ആശുപത്രികളിലും
ആ കോഴ്സ് തുടങ്ങാനുള്ള അനുവാദം വരാവുന്നതാണ്. ആ അനുവാദം തോന്നുന്നു പുറത്തിറങ്ങുന്ന ആളുകൾ, പണമുള്ള ആളുകൾക്ക് കെയർ ഗിവേഴ്സിനെ നേരിട്ട് വയ്ക്കാം. പാവപ്പെട്ട ആളുകൾക്ക് ഞങ്ങൾ ലോക്കൽ ബോഡികളും അതുപോലെ NGOസും CSR സംവിധാനങ്ങളും എല്ലാം ചേർത്ത് പാവപ്പെട്ടവർക്ക് കൂടി ആ കെയർ കൊടുക്കാൻ. നിങ്ങൾ രാവിലെ ഭക്ഷണം കഴിച്ചോ, മരുന്ന് കഴിച്ചോ, കുളിച്ചോ, റെഡിയായോ, ഡ്രസ്സ് മാറ്റിയോ എന്നെല്ലാം അന്വേഷിക്കാൻ, പ്രായമാവുമ്പോൾ ആരും ഒറ്റപ്പെടില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഈ രാജ്യത്തെ ഏറ്റവും വലിയൊരു ശ്രമത്തിന്റെ തുടക്കമാക്കി നമുക്ക് തന്നെ മാറ്റാം. അതിനും നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിറഞ്ഞ മനസ്സോടുകൂടി അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ നവതി ആഘോഷ പരിപാടികൾ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. അതോടൊപ്പം ഒരു ബിഹേവിയർ പാറ്റേൺസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന സീക്ക് എന്ന പദ്ധതിയുടെയും ട്രോമ കെയറിന്റെയും ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചതായി അറിയിക്കും. താങ്ക് യു സർ.